ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ചുരിദാർ ടോപ്പിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെറ്റിക്കോട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരെണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ചുരിദാർ ടോപ്പിന് ലൈനിങ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാർ ടോപ്പിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെറ്റിക്കോട്ടാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ തുണി രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇനി ഈ തുണി ഇതുപോലെ ഒന്നുകൂടെ മടക്കിയെടുക്കണം. ഇപ്പോൾ ഈ തുണി 4 ലെയറായിട്ടാണുള്ളത്. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫോൾഡിങ് വരുന്ന ഭാഗം. ഇവിടെ നിന്നും താഴേക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അത്ര എടുക്കുക. 21 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത്. 30 ഇഞ്ച് ലെങ്ത്ത് എടുക്കുക. ഞാൻ ഹാഫ് ഷിമ്മി ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ട് ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി 7 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴേക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെ ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ച് കൈക്കുഴി ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കൈക്കുഴി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യണം. 9.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. നെക്കിൻ്റെ വീതി 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി വേണ്ടത്. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3 ഇഞ്ചായി വരും. അപ്പോൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. നെക്ക് ലെങ്ത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതൊരു ബോക്സാക്കി വരച്ച് സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്ക് വരച്ചെടുക്കാം. ബാക്ക് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ബാക്ക് പാർട്ടിനെ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം മുകളിലാവുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഷോൾഡറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് നെക്കിൻ്റെ ഭാഗവും 2 കൈക്കുഴിൻ്റെ ഭാഗവും ചെറുതായി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നെക്കിൻ്റെ ഭാഗവും 2 കൈക്കുഴിയുടെ ഭാഗവും റോങ് സൈഡിലേക്കാക്കി ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡും റോങ് സൈഡിലേക്കാക്കി കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം റോങ് സൈഡിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. വളരെ എളുപ്പമാണ് ഈ ഒരു പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ നമുക്ക് സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പ് ചുരിദാർ ടോപ്പിൻ്റെ കൂടെയൊക്കെ ഇത് യൂസ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.